കോഴിക്കോട് വലിയങ്ങാടിയിൽ കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ സൺഷെയ്ഡ് ഇടിഞ്ഞു വീണ് 2 തൊഴിലാളികൾ മരിച്ചു. ലോഡിംഗ് തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. ഒരാളുടെ നില ഗുരുതരമാണ്. വലിയങ്ങാടിയിൽ അപ്രതീക്ഷിതമാണ് അപകടമുണ്ടായത്. അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാൾ നമ്മോടൊപ്പം ഉണ്ട്. ചേട്ടാ, പേരെന്താണ്? എന്റെ പേര് അബ്ദുറഹ്മാൻ. എന്താണ് സംഭവിച്ചത്? നമ്മള് 5-6 ആളുകളുടെ ഉള്ളിൽ നോർമൽ 6 ആളാണ്. 6 ആളുകൾ കഥ പറഞ്ഞിരിക്കുന്നു. അപ്പം ഈ വീണതിന്റെ മോൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെ അടർന്നു വരുന്നുണ്ട്. അപ്പൊ പിന്നെ ഇരുമ്പ് പൊരിയുന്ന ഒച്ചയും കേട്ടപാടെ ഞാൻ ഇറങ്ങി ഓടി. പിന്നെ കാണുന്നത് ഇറ്റികളെ മേല് വീണെടുക്കണം, ബാക്കിയുള്ള ആളുകളെ മേല് വീണെടുക്കേണ്ടതാണ്. അതിൽ ഒരാൾ കോയാന്ന് പറഞ്ഞ ഒരാളുടെ ഇരുന്ന് മൂപ്പരിക്ക് കാലിന്റെ മുകളിൽ ചെറിയ പരിക്കില്, ബാക്കി എല്ലാവരും ഇതിന്റെ അടിയിലാണ്. ഞാനത് കണ്ടിട്ട് ഓടി രക്ഷപ്പെട്ടു. പിന്നെ എനിക്ക് കയ്യും കാലും പറിച്ചിട്ടൊന്നും കഴിഞ്ഞില്ല. പിന്നെ ഇവിടെ ആളൊക്കെ വന്ന് രക്ഷപ്പെടുത്തിയ ആളെ എന്താ അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റില്ല. പരിക്ക് വലിയ ശബ്ദത്തോടുകൂടിയാണ് ഇത് വീണത്. അത്യാവശ്യം നല്ല ശബ്ദത്തിലാണ് വീണത്. ആദ്യം ഒരു ചെറിയൊരു ഇരുമ്പ് എന്തോ പൊരിയുന്നമായുള്ള സൗണ്ട് കേട്ട് ആ സൗണ്ട് കേട്ടമ്പാടാണ് ഞാൻ ഇറങ്ങി ഓടിയത്. ചേട്ടൻ ഇവിടെ ജോലി ചെയ്യുന്ന ആളാ? ഞാന് ആ ഗോഡൌണിൽ സാധനം ഇറക്കുന്ന ആളാണ്. ജസ്റ്റ് മിസ് എന്നാണ് നല്ല പറയാൻ. അവിടെ ഇപ്പൊ നമ്മളെ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ജബ്ബാർ എന്ന് പറഞ്ഞ ആളുണ്ട്. ഈ സെമീന എന്ന് പറഞ്ഞ ലോറിന്റെ ഓണറും ഡ്രൈവറൊക്കെ ആയിട്ടുള്ള ബഷീർക്കുണ്ട്. ഒരേ കൂടെ കയറുന്ന വിനോദ്, അസറു, പിന്നെ നമ്മളെ ഈ ഗാമ എന്ന് പറഞ്ഞ ഷോപ്പ് വർക്ക് ചെയ്യുന്ന ജബ്ബാറുണ്ട്. പിന്നെ പയ്യോളി കയറ്റുന്ന ഒരു കോയ ഉണ്ട്. ഇത്രയും ആളുകൾ എന്റെ ഓർമ്മയിലുണ്ട്. ഓടാൻ പറ്റിയില്ലായിരിക്കും. ഓടാൻ പറ്റില്ല. ഞാനും ഒഴികെ ബാക്കി എല്ലാവരും അവിടെ ഇരുന്ന് വയ്ക്കുന്നു. അപ്പൊ ഓടലും ഞാൻ ഓടി ഇറങ്ങലും ഇത് വികലും കഴിഞ്ഞു വയ്ക്കുന്നു. നിങ്ങൾ അത്ര പേരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? അത്ര ആളുകൾ എന്റെ ഓർമ്മയിലില്ല. കൂടാതെ ആരും ഉണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റൂല. അപ്പൊ പെട്ടെന്ന് കഴിച്ചില്ലായെന്ന് പറയാം. അതെ അതെ അതെ. ഐസിന്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ നല്ലത്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ആളുകൾ ഓടി. അപ്പോഴേക്ക് പിന്നെ ഇവിടെ ഉള്ള ആളുകൾ ഓടിക്കൂടി പൊന്തിക്കലും ഫയർഫോഴ്സിനും പോലീസിനൊക്കെ വിളിച്ച്. അതിൽ ഒരാളുടെ നില ഇത്തിരി ഗുരുതരമാണെന്ന് അങ്ങനെയാണ് കേട്ടത്. കൊണ്ടേ ആളുകൾ പറഞ്ഞു. ഇപ്പൊന്നും വ്യക്തമായിട്ട് അറിയില്ല. എന്തായാലും ഈ ശബ്ദം കേട്ട ഉടൻ തന്നെ ഓടി രക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനും ജീവിതം രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. മറ്റുള്ള ആളുകൾ, അദ്ദേഹത്തിന്റെ പരിചയക്കാരായ ആളുകൾ തന്നെയാണ് അപകടത്തിൽ പെട്ടിരിക്കുന്നത്. ഒരാളുടെ നില അങ്ങേറ്റം ഗുരുതരമാണ് എന്നാണ് പറയാൻ കഴിയുന്നത്. ഈ കെട്ടിടം വീണപ്പോൾ, അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ മുൻഭാഗത്തെ കോൺക്രീറ്റ് പാളികൾ വീണപ്പോൾ തന്നെ ആളുകൾ, രക്ഷാപ്രവർത്തകർ എത്തുകയും മറ്റുള്ളവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. എന്തായാലും വലിയ ഒരു രക്ഷപ്പെടലാണ് അദ്ദേഹത്തിന് സാധ്യമായിരിക്കുന്നത്. ലോറി ഡ്രൈവറും കൂടെ പണിയെടുക്കുന്ന ജോലിക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിന് സൗണ്ട് കേട്ടിട്ട് ഓടിപ്പോയ ആൾക്കാരുണ്ട്, രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. രക്ഷപ്പെട്ട ആൾക്കാർ അവിടെ പോയിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നതാണ് പറഞ്ഞത്. അവരറിഞ്ഞ് ഇങ്ങനെ ബിൽഡിംഗ് വീണിക്കണ്. അവിടെ കുറെ ആൾക്കാർ, 5-8 ആൾക്കാരുണ്ട്. അപ്പൊ അറിയുന്ന ആൾക്കാരെ പേരൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഇവിടെ എല്ലാവരും ഓടിയതുണ്ട്. പൊളിച്ചു പോരേണ്ട അവസ്ഥയിലുള്ളതാണ്. ഒന്നാമത് തൊഴിലാളികൾ ഇവിടെ റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ്. ഈ സൺസൈഡിൽ റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ്. അതാണ് മെയിൻ പ്രശ്നം. ഞാൻ ജോലിക്ക് തണലത്ത് അവിടെ വന്ന് ഇരിക്കാറുണ്ട്. ഇവിടെ അങ്ങനെ ഇരിക്കാറുണ്ട്. തൊഴിലാളികള് സാധാരണ ഇവിടെ ജോലി കഴിഞ്ഞാലും ഉള്ള സമയത്തൊക്കെ തന്നെ ഇവിടെ ഇരിക്കുന്ന തൊഴിലാളികളാ. 4-6 തൊഴിലാളികൾക്കാണ് പരിക്ക് വെച്ചിട്ടുള്ളത് ഹോസ്പിറ്റലിലേക്ക്. 6 ആൾക്ക്. നല്ല ഗുരുതരമാണ്. അപ്പൊ അതില് നേരത്തെ ഇത് പൊളിക്കാനും ഒക്കെ ഓർഡർ ആയിട്ടുള്ളതാണ്. പക്ഷെ അത് ഇതിന്റെ വേണ്ടത്ര രീതിയിൽ ഈ പറയുന്ന ആളുകൾ കേസിന് പോയിട്ടും അല്ലാതെയും ഒക്കെ നേരം വഴി ഡിലേ ആയതാണ് ഇപ്പൊ ഈ ദുരന്തത്തിന്റെ കാരണം. ഇത് കോർപ്പറേഷന്റെ ഉടമസ്ഥയിലുള്ള കെട്ടിടമാണല്ലേ? കോർപ്പറേഷൻ നേരത്തെ പിന്നെ ഒഴിയാൻ വേണ്ടിയിട്ടൊക്കെ ഇത് കൊടുത്തതാണ്. ദുഃഖകരമായൊരു സംഭവമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. തൊഴിലാളികൾ ക്ഷീണമകറ്റാനൊക്കെ ഇരിക്കുന്ന, റെസ്റ്റ് എടുക്കാനിരിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഈ കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ ഭാഗം ഇടിഞ്ഞു വീണ് വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരാളുടെ നില ഗുരുതരം എന്നതാണ് വിവരം. അവിടെ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട തൊഴിലാളികളാണ് നമ്മളോട് സംസാരിച്ചത്. അവർ സ്വന്തം ജീവൻ രക്ഷിക്കാനായതിന്റെ ആശ്വാസം ഉള്ളപ്പോൾ തന്നെ കൂടെ അതേ സമയം വരെ, അല്പം സെക്കൻഡുകൾക്ക് മുൻപ് വരെ ഒപ്പം ഉണ്ടായിരുന്ന 2 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു സംഭവമാണ്. അതിന്റെ വലിയ ആഘാതവും അവരിലുണ്ട്. MS അനീഷ് കുമാർ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, കാലപ്പഴക്കം കൊണ്ട് ഇത് പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട കെട്ടിടമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ആ നിർദ്ദേശം അവഗണിച്ചതാണ് ഇപ്പോൾ ഒരു വലിയ ദുരന്തത്തിൽ എത്തി നിൽക്കുന്നത്. 2 ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. പരിക്കേറ്റവരുടെ നില എന്താണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന അവിടെ നിന്നുള്ള വിവരങ്ങൾ?
രേണുക, നമുക്ക് അല്പം സമയം മുമ്പ് ലഭിച്ച വിവരമനുസരിച്ച് 3 പേരുടെ മരണം ഉണ്ടായിരിക്കുന്നു എന്നതാണ്. 5 പേരാണ് ഈ കെട്ടിടത്തിന് അടിയിൽ വീണത്. പക്ഷേ അവരെല്ലാവരും നേരത്തെ ദൃക്സാക്ഷിയായ ആൾ വിശദീകരിച്ചതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഓടി മാറാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ പരിക്കുകൾ അവരുടെ ശരീരത്തിൽ ഉണ്ടായി എന്നും പറയുന്നു. അതിൽ 3 പേർ മരിച്ചിരിക്കുന്നു. മറ്റ് 2 പേർ ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നു എന്നുമാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ മേയർ ഒ സദാശിവൻ ഈ അപകടം നടന്ന സ്ഥലം സന്ദർശിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഒരുപാട് പഴക്കമുള്ള കെട്ടിടമാണ്. പഴയ പാസ്പോർട്ട് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ്. ആ കെട്ടിടം നമുക്ക് അതായത് നഗരസഭയുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടെങ്കിൽ പരിശോധിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കാരണം കെട്ടിടം പൊളിക്കാനുള്ള കാലാവധി കഴിഞ്ഞിട്ടും നടപടിക്രമങ്ങളുമായി മുന്നോട്ട് നീങ്ങുകയായിരുന്നു എന്നാണ് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയത്. അദ്ദേഹം പുതുതായി ചുമതലയെടുത്ത മേയറാണ്. അതുകൊണ്ട് കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷം കൂടുതൽ നടപടികളിലേക്ക് നീങ്ങാം എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. എന്തായാലും നമ്മൾ കെട്ടിടം കാണുമ്പോൾ തന്നെ, ഈ പൊളിഞ്ഞു വീണ ഇടം കാണുമ്പോൾ തന്നെ ആ കെട്ടിടത്തിന്റെ ഒരു കാലപ്പഴക്കവും അതിനകത്തെ ഇരുമ്പും മറ്റുമൊക്കെ ദ്രവിച്ച് അടർന്ന് താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യവും ഉണ്ടായത് എങ്ങനെയെന്ന് നമുക്ക് വ്യക്തമാവുന്നുണ്ട്. പതിവായി നിരവധി തൊഴിലാളികൾ വിശ്രമിക്കാനായി ഇരിക്കുന്ന ഒരു സ്ഥലമാണിത്. ചുമട്ടുതൊഴിലാളികൾ അടക്കമുള്ള ആളുകളുണ്ട്. കടയിൽ നിന്നും ഈ ഗോഡൌണിൽ നിന്നും സാധന സാമഗ്രികൾ വാങ്ങാൻ എത്തുന്ന ആളുകളുണ്ട്. അവരൊക്കെ വിശ്രമിക്കുന്ന ഒരു ഇടം കൂടിയാണ് ഇവിടെ. എന്തായാലും ആ സമയത്ത് 5 പേരാണ് ആ സ്ഥലത്ത് ഉണ്ടായിരുന്നത്. അവർ 5 പേരും ആ കെട്ടിടത്തിനുള്ളിലേക്ക്, ആ കെട്ടിടത്തിന്റെ ആ കെട്ടിട ഭാഗം ഇടിഞ്ഞു വീണപ്പോൾ അതിനുള്ളിൽ പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായത്. എന്തായാലും നമ്മൾക്കൊപ്പം വാർഡ് കൗൺസിലറായ ഫാത്തിമ തഹ്ലിയുണ്ട്. ഫാത്തിമ, ഒരു വലിയ അപകടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ഒരുപാട് തൊഴിലാളികൾ വിശ്രമിക്കാനൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. എന്താണ് നിങ്ങൾക്ക് പ്രാഥമിക? തീർച്ചയായിട്ടും ഇത് ഒന്ന് പരിശോധിച്ചുകൊണ്ട് ഇതെന്താണ് ഇത് ഇങ്ങനെ ഇത്തരത്തിൽ ഒരു ബിൽഡിംഗ് പൊളിക്കാൻ 2 വർഷം മുമ്പേ തീരുമാനമാവുകയും ഇതിനടിയിൽ ആളുകൾ സ്ഥിരമായിട്ട് വന്ന് റെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ ആ സ്ഥലത്ത് ഇപ്പോഴും ഇത് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകൾ പരിശോധിച്ചുകൊണ്ട് ഇപ്പൊ നിലവിൽ ഇതിന്റെ പെർമിറ്റ്, ഇതിന്റെ ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ മുഴുവൻ പരിശോധിച്ച ശേഷമേ എന്താണ് നിലവിൽ ഇതിന്റെ സ്റ്റാറ്റസ് എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഇത് പഴയ പാസ്പോർട്ട് ഓഫീസ് പ്രവർത്തിച്ച കെട്ടിടം അല്ലെ? അത് കഴിഞ്ഞ് വീണ്ടും ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് വരുന്നു. ഇവിടുന്ന് പാസ്പോർട്ട് ഓഫീസ് മാറ്റിയിട്ട് തന്നെ വർഷങ്ങൾ കഴിഞ്ഞു. തീർച്ചയായിട്ടും പാസ്പോർട്ട് ഓഫീസ് ഇവിടെ പ്രവർത്തനരഹിതമല്ല, ഇവിടെ നിന്ന് മാറ്റി. പക്ഷേ ഈ ബിൽഡിംഗ് പൊളിക്കാൻ തീരുമാനമായിരിക്കെ, നമുക്കറിയാം ഇത് പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്ന ബിൽഡിംഗ് ആണ്. നിരന്തരം ആളുകൾ പാസ് ചെയ്യുന്ന, ഇവിടെ ഒരുപാട് ജോലികൾ, പിന്നെ ഒരുപാട് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു തണൽ പ്രദേശം കാണുമ്പോൾ ആളുകൾ റെസ്റ്റ് ചെയ്യാൻ എത്തും, ഇവിടെ ഇരിക്കും. അപ്പം ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് ഒരു ഗുരുതരമായിട്ടുള്ള അനാസ്ഥ തന്നെയാണ്. അങ്ങനെ പൊളിച്ചു മാറ്റാൻ വേണ്ടി നോട്ടീസ് കൊടുത്തില്ലെന്ന് പറയുന്നത്. പിന്നെ എങ്ങനെ പുതിയ കടകളിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിലവിൽ ഈ കൌൺസിൽ വന്നതിന് ശേഷമാണ് ഞാനിപ്പോ ഇവിടുത്തെ കൌൺസിലറായിട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫയലുകൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇതിന്റെ സ്റ്റാറ്റസ് എന്താണ്, ഇതിനിപ്പോ നിലവിൽ പെർമിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതിന്റെ ഫിറ്റ്നസ് നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും ഒരിക്കലും 70 വർഷമായിട്ടുള്ള ഒരു കെട്ടിടം ഇവിടെ ഇതേപോലെ നിൽക്കാൻ പാടില്ല. ആളുകൾക്ക് ഭീഷണിയാണത്. ഇത് മാത്രമല്ല, ഇത് ഏറ്റവും കണ്ണായിട്ടുള്ള സ്ഥലത്താണ്. കോഴിക്കോടിന്റെ ബീച്ച്, ഇതിലെ ആളുകൾ പാസ് ചെയ്യുന്നതും തൊഴിലാളികൾ വലിയങ്ങാടിയുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഇവിടെ ഉണ്ടാവുകയും അത് ഇത്രയും ഒരു അനാസ്ഥയിൽ എത്തുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ 5 പേരെയാണ് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളത്. അതിൽ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഈ പറയുന്നത്.